ഫബശ്ശിറുഹു, അത്തരക്കാർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, ബിമഗ്ഫിറത്തിൻ, പാപമോചനം കൊണ്ടും, വ അജ്രിൻ കരീം, കരീമായ പ്രതിഫലം കൊണ്ടും, കരീമായ പ്രതിഫലം കൊണ്ടും. റഹ്മാനായ അള്ളാഹുവിനെ ഗൈബിൽ വിശ്വസിക്കാത്ത, ഭയക്കാത്ത, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനെ, ഈ ഉത്ബോധനത്തെ യഥാവിധം അനുധാവനം ചെയ്യാത്തവനെ എങ്ങനെ മുന്നറിയിപ്പ് നൽകിയിട്ടും കാര്യമല്ല. നമ്മളവിടെ പോയിട്ട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നാടന്മാർ പറയും കുടങ്ക കുത്തി വള്ളം പാരിയറില്ലേ, അതേപോലെ ആയിരിക്കും. അവർക്കത് ഫലിക്കില്ല, ഉപകാരപ്പെടില്ല. കാരണം അതിനുള്ളൊരു തൗഫീക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയില്ല അത് ആരാണെന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരോടും പറയുക എന്നുള്ളതാണ്. എല്ലാവരോടും പറയാം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് വരുന്ന കാലമാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിൻ്റെ കാലത്തും മറ്റുമൊക്കെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും എത്തിച്ചു, എല്ലാവരെയും വിളിച്ചു. പക്ഷേ അള്ളാഹുവിൽ നിന്ന് പിന്നെ എല്ലാത്തിനും അള്ളാഹുവിൻ്റെ എന്തുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ആളുകളുടെ ഉദ്ദേശം അനുസരിച്ചല്ല, അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടി, ആളുകൾക്ക് ഉദ്ദേശം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അള്ളാഹുവിൻ്റെ ഒരു ഉദ്ദേശം കൂടി എന്താണ്, മുഖ്യമാണ്. അതാണ് ഞാൻ ഇവിടെ ഇതിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു സംഭവം. അതായത് ഈ ഖദറിനെ, അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തെ, അള്ളാഹുവിൻ്റെ തീരുമാനത്തെ, വിധിയെ നിഷേധിക്കുന്ന ഒരു വിഭാഗമാണ് ഖദരിയാക്കൾ. അവർ പറയുന്നത് മനുഷ്യനെല്ലാ സ്വാതന്ത്ര്യമുണ്ട്, അള്ളാഹ്ക്ക് യാതൊരു, മനുഷ്യൻ്റെ ഈ സ്വാതന്ത്ര്യത്തിൽ അള്ളാഹ്ക്ക് യാതൊരു കൈകടത്തലുമില്ല, അള്ളാഹ്ക്ക് ഒരു വിധി മുൻകടന്നിട്ടില്ല. ഇതാണ് ഖദരിയാക്കളുടെ പക്ഷം. കുറേ വിശ്വാസങ്ങളിൽ അവരുടെ ഒരു വ്യതിചലിച്ച വിശ്വാസം ആണ് ഇത്, ഈ ഖദരിയാക്കളുടെ ഇത്. ഗൈലാനു സഖഫി എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി ഉണ്ടായിരുന്നു. അയാൾ ഒരു പണ്ഡിത വേഷധാരിയായിരുന്നു, ഗൈലാൻ അസ്സഖഫി. ഇയാൾ ഈ ഖദറിനെ നിഷേധിക്കും. അതായത് അയാൾ പറയുന്നത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് സർവ്വ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്, വേണമെങ്കിൽ കൊള്ളാം, വേണമെങ്കിൽ തള്ളാം. പടച്ചവൻ്റെ ഒരു വിധി എന്തില്ല, ഒരാളുടെയും സ്വാതന്ത്ര്യത്തിന് മേൽ ഇല്ല എന്നുള്ളതാണ് അയാളുടെ ജൽപ്പനം. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഭരണം നടത്തിയ കാലത്ത്, ഉമർ ബിൻ അബ്ദുൽ അസീസ് ഭരണം നടത്തിയ കാലത്ത് ഈ ഗൈലാൻ സഖഫി ഖദറിനെ നിഷേധിച്ചു, അള്ളാഹിൻ്റെ വിധിയെ നിഷേധിച്ച്. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് അയാളെ പിടികൂടി, എന്നിട്ട് മുന്നിൽ കൊണ്ടുവന്ന് അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ പിന്നെ ഇങ്ങനെ വാദിക്കുന്നത്, നിങ്ങൾ അള്ളാഹിൻ്റെ ഇൽമിനെ അംഗീകരിക്കുന്നില്ലേ എന്ന് ചോദിക്കണം. അള്ളാഹിൻ്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹുവിൻ്റെ അറിവ് എല്ലാത്തിനെയും മുൻകടന്ന് ആ അറിവിനനുസരിച്ച് അള്ളാഹു കാര്യങ്ങൾ നടക്കാൻ തീരുമാനിച്ചതും വിധിച്ചതുമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വിധിയെ സ്വാഭാവികമായിട്ടും അംഗീകരിക്കും. പക്ഷെ അള്ളാഹിൻ്റെ ഇൽമിനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കുഫറിലാകും, അയാൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെയും ഉദ്ദേശങ്ങളെയും ഒക്കെ അയാൾ എന്ത് ചെയ്യും, നിഷേധിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഇൽമിനെ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ശരിക്കും ഖദറിനെ നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അയാളോട് പറഞ്ഞ് സൂറത്ത് ദഹർ ഓതാൻ പറഞ്ഞു, സൂറത്ത് ഇൻസാൻ. അപ്പോൾ സൂറത്ത് ഇൻസാൻ അയാൾ ഓതി, അൽ ഹൽ അൽ ഇൻസാനി ഹീനം മിന ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്ന ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. മനുഷ്യന് നാം വഴി കാണിച്ചു, ഇനി മനുഷ്യന് ഇമ്മ ഷാക്കിറ വ ഇമ്മ കഫൂറ, ഒന്നുകിൽ നന്ദിയുള്ളവനായി ജീവിക്കാം, അല്ലെങ്കിൽ നന്ദി കെട്ട് ജീവിക്കാം. അപ്പോൾ അയാൾ ഉടനെ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ കണ്ട, മനുഷ്യന് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. കാരണം അള്ളാഹു എന്താ പറഞ്ഞത്, വഴി കാണിച്ചു, ഇനി മനുഷ്യൻ എന്ത് ചെയ്യാം, ഷാക്കിറായി ജീവിക്കാം, അല്ലെങ്കിൽ കാഫിറായിട്ട് ജീവിക്കാം. അതുകൊണ്ട് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് എല്ലാം, അള്ളാഹ്ക്ക് യാതൊരു വിധിയില്ല, തീരുമാനമില്ല അതിനപ്പുറത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞ്, ഗൈലാൻ ഇനി ഓതാൻ പറഞ്ഞു. അപ്പോൾ ഗൈലാൻ ഓതി അവസാനത്തേക്ക് എത്തിയപ്പോൾ സൂറത്ത് ഈ ദഹറിൻ്റെ തന്നെ അവസാനത്തിലുണ്ട്, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. വമാ തശാഊ, നിങ്ങൾ എന്തുദ്ദേശിക്കുന്നുവോ അതൊക്കെ ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഉദ്ദേശം അതിനെ അനുസരിച്ചാണ്. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കീമാകുന്നു, അലീമാകുന്നു. അതുകൊണ്ട് അള്ളാഹിൻ്റെ ഇൽമ്, അറിവിനും ഹിക്മത്ത്, യുക്തിക്കും അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു അംഗീകരിക്കേണ്ട വിഷയമാണ്. ഓരോരുത്തരും എന്തുദ്ദേശിക്കുന്നു അതിൽ അയാൾക്ക് സ്വാതന്ത്ര്യം ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകം ഇപ്പോൾ ഇങ്ങനെ ആവുമോ? ഓരോരുത്തർക്കും എന്തൊക്കെ ആഗ്രഹങ്ങൾ, ഉദ്ദേശമുണ്ട്, അത് നടക്കണം, ഇത് നടക്കണം, അയാൾ വേണ്ട, ഇയാൾ വേണം, അയാൾ പിന്നെ അങ്ങനെ ആക്കണം, അയാൾ എങ്ങനെ ആക്കണം എന്നൊക്കെ ഉദ്ദേശമല്ലേ. പക്ഷെ നടക്കുന്നുണ്ടോ? ഇല്ല. ഓരോരുത്തർക്കും പല ഉദ്ദേശങ്ങളുണ്ട്, പക്ഷേ തങ്ങളുടെ ഉദ്ദേശങ്ങൾ നടക്കണില്ല. അപ്പോൾ എന്താണ് കാര്യം ഇതിന് നമ്മുടെയൊക്കെ ഉദ്ദേശത്തിനപ്പുറത്ത് വേറൊരു ഉദ്ദേശം മുകളിലുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്, മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്, അവന് വിധിവിലക്കുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഈ മനുഷ്യൻ്റെ പിന്നെ സ്വാതന്ത്ര്യം അവൻ എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്തുമെന്നുള്ള അറിവ് അള്ളാഹ്ക്ക് മുൻകടന്നിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ എന്താണോ തൻ്റെ അറിവിനനുസരിച്ച് ചെയ്യുക, സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുക, അത് അള്ളാഹു കാലേ കൂട്ടി അറിഞ്ഞിട്ട് അള്ളാഹു അത് അവന് വിധിച്ചിട്ടുണ്ട്. ആ വിധിച്ചതെന്തോ അതിനനുസരിച്ച് തന്നെ ഇനി ഇതിവിടെ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് വിഷയം.
അത് ഗൈലാന് അപ്പോൾ ബോധ്യപ്പെട്ട്. വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ ഒരു മശീഅത്ത് ഉണ്ട്, തീരുമാനമുണ്ട്, വിധിയുണ്ട് എന്നുള്ളത് ഗൈലാന് ബോധ്യപ്പെട്ട് അയാളത് പറഞ്ഞു. ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അയാൾ ഉപരിപ്പിളായിട്ട് പറഞ്ഞു. പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു ഇഖ്റ സൂറത്ത് യാസീൻ ഓതാൻ പറഞ്ഞു. അപ്പോൾ യാസീൻ ഓതി. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. അപ്പോൾ അയാൾ പറയണ ഉമർ ബിൻ അബ്ദുൽ അസീസ് അമീറുൽ മുഅ്മിനീൻ, ഞാൻ ആദ്യമായിട്ട് ഓതുന്നത് പോലെ ഉണ്ട് ഈ ആയത്തുകൾ. കാരണം ഉമർ ബിൻ അബ്ദുൽ അസീസ് വടക്ക് നിർത്തിയിട്ട് അനുബന്ധം പറഞ്ഞെടുക്കണം. ഇന്നാ ജഅൽനാ ഫി അനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും ഇല്ലെങ്കിലും അവർക്ക് മുന്നറിയിപ്പ് ഒരിക്കലും ഉപകരിക്കുകയില്ല, അവർ വിശ്വസിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവർ അള്ളാഹിൻ്റെ അറിവ് മുൻകടന്നതനുസരിച്ച് ഈ ഒരു വിഭാഗം ആളുകളുടെ വിഷയത്തിൽ അവർക്ക് ഇനി എന്തില്ല, മുന്നറിയിപ്പ് ഉപകാരപ്പെടില്ല, വിശ്വസിക്കില്ല എന്നുള്ളത്. അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. ഞാൻ തീരുമാനത്തെ മുൻകടന്നിട്ട് അവർ വിശ്വസിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് അത് ചോദിച്ചപ്പോൾ ഗൈലാന് സമ്മതിച്ച് അള്ളാഹിൻ്റെ ഒരു വിധിയുണ്ട്, അള്ളാഹിൻ്റെ ഒരു തീരുമാനം മുൻകടന്നിട്ടുണ്ട് എന്നുള്ളത് ഗൈലാൻ സമ്മതിച്ച്. അവിടെ കേട്ടോ ഉപരിപ്പിളായിട്ട്. പക്ഷെ ഉമർ ബിൻ അബ്ദുൽ അസീസ് അവിടെ വെച്ച് പ്രാർത്ഥിച്ച് അല്ലാഹുമ്മ ഇൻ കാന ഹാദാ കാദിബൻ ഫഅദിഖുഹു ഹർറ സിലാഹ്. അള്ളാഹുവേ, ഈ ഗൈലാൻ ഈ ജനസമക്ഷം ഈ പറയുന്നത് കളവാണ് എങ്കിൽ ആയുധത്തിൻ്റെ ചൂട് അനുഭവിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ച്, ആയുധങ്ങളുടെ ചൂട് അനുഭവിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ച്. ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കാലം കഴിഞ്ഞ് മരിച്ച്. നമുക്കറിയാം ഉമർ ബിൻ അബ്ദുൽ അസീസ് ഭരണത്തിൽ വരുന്നത് എങ്ങനെയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസിന് മുമ്പ് 2 ഭരണാധികാരികളുണ്ട്. ഒന്ന് വലീദും പിന്നെ ഒന്ന് സുലൈമാനും. പിന്നെ സുലൈമാന് ശേഷമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് വരുന്നത്. പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസിന് ശേഷം 2 ആൾ വരുന്നുണ്ട്. അതൊന്ന് യസീദും പിന്നെ ഒന്ന് ഹിഷാമും. അല്ലേ, ഉമറിൻ്റെ മുമ്പ് വന്ന 2 ആളുകൾ വലീദും സുലൈമാനും സഹോദരങ്ങളാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഈ സഹോദരങ്ങളുടെ അളിയനാണ്. പിന്നെ 2 ആൾ വന്നു, യസീദും ഹിഷാമും. യസീദിൻ്റെ ഹിഷാമിൻ്റെ അളിയനാണ് ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉണ്ട്. അപ്പോൾ 4 പേര് സഹോദരങ്ങളാണ്. ഈ സഹോദരങ്ങൾക്കിടയിൽ 2 ആളുകൾക്കിടയിലാണ് ആര് വരുന്നത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് വരുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇവരെ പോലെ സഹോദരങ്ങളല്ല, പിന്നെയോ ഇവരുടെ അളിയനാണ്. ഇവർ 4 സഹോദരങ്ങളുടെ പെങ്ങൾ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കിനെയാണ് ആര് കല്യാണം കഴിച്ചത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് കല്യാണം കഴിച്ചത് അല്ലേ. അബ്ദുൽ മലിക്കിൻ്റെ ഭരണശേഷം ഇവർ 4 പേരും അധികാരത്തിൽ വരണമെന്നായിരുന്നു. ആദ്യം വലീദ്, പിന്നെ സുലൈമാൻ, പിന്നെ യസീദ്, പിന്നെ ഹിഷാം. പക്ഷേ അള്ളാഹിൻ്റെ വിധി, ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ വ്യക്തിത്വം, പിന്നെ ചിലരുടെ ഇടപെടൽ, അതൊക്കെ കാരണത്താൽ വലീദിന് ശേഷം സുലൈമാൻ വന്നു. സുലൈമാനിന് ശേഷം ഭരണം ആർക്ക് കൊടുത്ത്? അളിയൻ ഉമറിന് കൊടുത്ത്. പിന്നെ ഉമർ മരിച്ചപ്പോൾ ആര് വന്ന്? അളിയനിലേക്ക് തന്നെ പോയി. യസീദ് വന്ന്, പിന്നെ ഹിഷാമും വന്ന്. ഉമറിൻ്റെ കാലത്താണ് ഗൈലാൻ ഈ പണി വാദം നടത്തിയത്. ഉമർ ഇങ്ങനെ പ്രാർത്ഥിച്ച്. ഉമറിൻ്റെ മരണശേഷം വീണ്ടും ഗൈലാൻ അവസരം കിട്ടിയപ്പോൾ വീണ്ടും ഇതിനെ നിഷേധിക്കാൻ തുടങ്ങി, ഖത്തറിനെ നിഷേധിക്കാൻ തുടങ്ങി അല്ലേ. യസീദ് പിന്നെ വേണ്ടത്ര ഈ വിഷയത്തിലൊന്നും അത്രയൊരു പിന്നെ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹിഷാം എന്ത് ചെയ്തു? ഹിഷാമിൻ്റെ കാലത്ത് ഇയാൾ കുറച്ചുകൂടി രൂക്ഷായപ്പോൾ ഹിഷാം പിടിച്ച്. ആരെ പിടിച്ച്? ഈ ഗൈലാൻ ദിമഷ്കയെ പിടിച്ചിട്ട് കൊണ്ടുവന്നതിന് ശേഷം ചോദിച്ച്, പണ്ട് നിൻ്റെ പിന്നെ നിഷേധം അത് നീ ഉപരിപ്ലമായിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞാണ്, പിന്നെ നീ എന്താണ് ഇങ്ങനെ വാദിക്കുന്നത്? എന്നിട്ട് ഹിഷാം സൂറത്തുൽ ഫാത്തിഹ ഓതാൻ പറഞ്ഞു. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതി ഗൈലാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഓതിയപ്പോൾ നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ച്, വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു എന്നാണ്. ഗൈലാൻ, ഇവിടെ നീ അള്ളാഹിനോട് നിന്നോട് മാത്രം സഹായാർത്ഥന നടത്തുന്നു എന്ന് പറഞ്ഞത് അള്ളാഹ്ക്ക് മാത്രം കഴിവുള്ള ഒരു വിഷയത്തിലാണോ, അതല്ല നിനക്കും കൂടി കഴിവുള്ള ഒരു വിഷയത്തിലാണ്? അള്ളാഹുവിൽ നിന്ന് മാത്രം കിട്ടേണ്ട ഒരു വിഷയമാണോ നീ തേടിയത്, അതല്ല നീ ഉടമ്പടുത്തിയൊരു കാര്യമാണ് തേടിയത്? അതിൽ ഉത്തരം മുട്ടി. ഇവിടെ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൽ നിന്ന് മാത്രം കിട്ടേണ്ട ഒരു വിഷയത്തിലുള്ള അള്ളാഹു മാത്രം ചെയ്യേണ്ട ഒരു സഹായമാണ്. അപ്പോൾ അള്ളാഹിൻ്റെ എന്തുണ്ട്? അള്ളാഹ്ക്ക് പ്രത്യേകമായ പ്രവൃത്തിയുണ്ട്, പടപ്പുകൾക്ക് പങ്കില്ലാത്ത. അത് ഗൈലാന് ബോധ്യപ്പെട്ടു. ജനസമക്ഷം ആളുകളുടെ മുമ്പിൽ തിരുത്തിയതിന് ശേഷം പിന്നെ ഗൈലാൻ ശിക്ഷയ്ക്ക് വിധേയമായിട്ട് വധിക്കപ്പെടുകയാണ് ഉണ്ടായത് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിൻ്റെ ഭരണകാലത്ത്. അപ്പോൾ ഞാനിവിടെ ഉണർത്തിയത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഖദറിൻ്റെ വിഷയമാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വിധി എന്തോ അതാണ് ഇവിടെ നടക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് കൊണ്ടല്ല ഇവിടെ നടക്കുന്നത്. പിന്നെ ഇവിടെ നടക്കുന്നത് എന്താണോ അത് അള്ളാഹ്ക്ക് കാലേ കൂട്ടി അറിയുന്നത് കൊണ്ട് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാണ്, തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തെ മറികടിക്കുക എന്നുള്ളത് ഇനി ഇവിടെ എന്തില്ല, നടക്കൂല. അള്ളാഹു എന്താണോ അവിടെ തീരുമാനിച്ചത് അതേ ഇവിടെ പുലരുകയുള്ളൂ. ഇവിടെ പുലരുന്നത് എന്ത് എന്നുള്ളത് അള്ളാഹ്ക്ക് കാലേ കൂട്ടി അറിയുന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അതവിടെ എഴുതിയത്, വിധിച്ചത് എന്നുള്ളതാണ്. തയ്യിബ്, അതിവിടെ സന്ദർഭോചിതമായിട്ട് ഞാനിവിടെ ഉണർത്തിയെന്ന് മാത്രം.